നിങ്ങളൊരു ബിസിനസ് ഓണറാണോ? നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഷോർട്ട് ടൈമിൽ തന്നെ ഒരുപാട് ട്രാഫിക്കിനെ ജനറേറ്റ് ചെയ്യണം. യു ഹാവ് ടു യൂസ് ഗൂഗിൾ ആഡ്. വാട്ട് ഈസ് ഗൂഗിൾ ആഡ്? നമ്മളെല്ലാവരും പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഗൂഗിൾ, യൂട്യൂബ്, ജിമെയിൽ, മാപ്പ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആഡ് കാണാറുണ്ട് അല്ലേ? ഇപ്പോൾ ഗൂഗിൾ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് രൂപത്തിൽ ആഡ് കാണാൻ പറ്റും. നിങ്ങൾ യൂട്യൂബാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു സ്കിപ്പ് ചെയ്യാനും നോൺ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ് കാണാറുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറുകയാണെന്ന് വിചാരിക്കുക. ആ വെബ്സൈറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബാനർ രൂപത്തിൽ നിങ്ങൾക്ക് ആഡുകൾ കാണാനായിട്ട് പറ്റാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡുകൾ കാണാൻ സാധിക്കും. എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ആഡുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്? ഇങ്ങനെയുള്ള ആഡുകളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സെൽഫ് സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു ടൂളാണ് ഗൂഗിൾ ആഡ്സ്. ആക്ച്വലി 2000s ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 2018 അത് ഗൂഗിൾ ആഡ്സ് ആയിട്ട് റീബ്രാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഗൂഗിളിൻ്റെ ഒരു PPC പ്രോഗ്രാമാണ് ഗൂഗിൾ ആഡ്സ്. PPC മീൻസ് പേപ്പർ ക്ലിക്ക്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ദുബായിൽ ഒരു ഫ്ലാറ്റ് മേടിക്കണം. സോ ഞാൻ സെർച്ച് ചെയ്യുന്നത് ബൈ ഫ്ലാറ്റ്സ് ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. എനിക്കപ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന റിസൾട്ട് സ്പോൺസേർഡ് ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും കിട്ടുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻലി ഗൂഗിൾ ആഡ് ചെയ്യുന്നത്? ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക്കിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന റിസൾട്ട് ആ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള സ്പോൺസേർഡ് റിസൾട്ട് ആയിരിക്കും. ഞാൻ ആ ഒരു പർട്ടിക്കുലർ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആഡ് റൺ ചെയ്തിട്ടുള്ള അഡ്വർടൈസർ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഗൂഗിളിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു PPC പ്രോഗ്രാം ആണെന്ന്. നമ്മളിപ്പോൾ എന്താണ് ഗൂഗിൾ ആഡ് എന്ന് നോക്കി. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ് ഒരു PPC പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഗൂഗിൾ ആഡ് വർക്ക് ചെയ്യണത് നമുക്കൊന്ന് അറിയണം അല്ലേ? സോ ഗൂഗിൾ ആഡ് വർക്ക് ചെയ്യുന്നത് ഒരു ഓപ്ഷൻ ആൻഡ് ബിഡിങ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ്. വാട്ട് യു മീൻ ബൈ ഓപ്ഷൻ? ഓപ്ഷൻ നമുക്കറിയാമല്ലേ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ലേലം വിളി എന്നാണ് അല്ലേ ഓപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഓപ്ഷൻ ബേസിസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഗൂഗിൾ ആഡും വർക്ക് ചെയ്യുന്നത്. ഒരു ട്രഡീഷണൽ ഓപ്ഷൻ ബേസിസിൽ അല്ലെങ്കിൽ പോലും ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഗൂഗിൾ ആഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുന്നത്. ഞാനൊരു എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു CMA കോഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ CMA കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ആഡ് റൺ ചെയ്യുന്നത് ഞാൻ മാത്രമായിരിക്കില്ല കേരളത്തിൽ അല്ലേ? ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആഡ് റൺ ചെയ്യുന്നുണ്ടാവും. ഇവിടെയാണ് ഒരു ഫസ്റ്റ് ഫിൽറ്ററിങ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മാത്രമായിരിക്കില്ല ആഡ് റൺ ചെയ്യുന്നുണ്ടാവുന്നത്. കേരളത്തിൽ ഒരുപാട് പേര് ആ CMA കോഴ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ടേമിന് വേണ്ടിയിട്ട് ആഡ് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി ഞാനൊരു കൊച്ചി ബേസ്ഡ് ആയിട്ട് നിന്നിട്ടാണ് CMA കോഴ്സ് എന്ന് സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ കൊച്ചി ബേസ്ഡ് ആയിട്ട് CMA കോഴ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ടേമിന് വേണ്ടിയിട്ട് ആഡ് റൺ ചെയ്യുന്നവരുടെ റിസൾട്ട് ആയിരിക്കും എനിക്ക് ടോപ്പിൽ വരുന്നുണ്ടാവുന്നത്. സോ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഫസ്റ്റ് ഫിൽറ്ററിങ് കഴിഞ്ഞു. ഇനി ഇവിടെ സെക്കൻഡ് ഫിൽറ്ററിങ് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആഡിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ്. ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് പൊസിഷൻ എൻ്റെ ആഡിന് കിട്ടണമെന്ന് തീരുമാനിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഗൂഗിൾ ആഡ് വർക്ക് ചെയ്യുന്നത് ഒരു ഓപ്ഷൻ ബിഡിങ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ്. ഒരു ട്രഡീഷണൽ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മളവിടെ ഒരു മണിക്ക് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ ആഡിൽ നമ്മൾ ഓപ്ഷൻ ചെയ്യുന്നത് ഒരു മണിക്ക് വേണ്ടിയിട്ടല്ല, ഒരു ബെറ്റർ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ്. ഇനി ഗൂഗിൾ ആർക്കൊരു ബെറ്റർ പൊസിഷൻ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ഒരു മെട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആഡ് റാങ്ക്. ആർക്കാണോ ആഡ് റാങ്ക് കൂടുതൽ അവർക്കായിരിക്കും ഒരു ബെറ്റർ ടോപ്പ് പൊസിഷൻ കിട്ടുന്നുണ്ടാവുന്നത്. ഇനി നമുക്ക് എന്താണ് ആഡ് റാങ്ക് എന്നുള്ളത് നോക്കാം. ഞാൻ മാത്രമായിരിക്കില്ല ഒരു പർട്ടിക്കുലർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നെ പോലെ ഒരുപാട് അഡ്വർടൈസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ആഡ് റൺ ചെയ്യുന്നുണ്ടാവും. സോ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ആഡ് എലിജിബിൾ ആണോ? എലിജിബിൾ ആണെങ്കിൽ തന്നെ എവിടെ അലോക്കേറ്റ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ആഡ് റാങ്ക്. ആഡ് റാങ്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആഡ് റാങ്ക് ഈസ് ഈക്വൽ ടു മാക്സിമം ബിഡ് ഇൻറ്റു ക്വാളിറ്റി
സ്കോർ. ഇവിടെ മാക്സിമം ബിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ആഡ് റൺ ചെയ്യാണ്. എൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക്കിനെ ജനറേറ്റ് ചെയ്യുക എന്നായിരിക്കും എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. സോ അവിടെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ക്ലിക്കിന് ആണ്. സോ മാക്സിമം ബിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലിക്കിന് എത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് ഗൂഗിളിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ മാക്സിമം ബിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ക്വാളിറ്റി സ്കോർ. ക്വാളിറ്റി സ്കോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറോൾ ആ ഒരു ആഡിൻ്റെ ക്വാളിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. 1 to 10 സ്കെയിലിലാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ക്വാളിറ്റി സ്കോർ മെഷർ ചെയ്യുന്നത്. ക്വാളിറ്റി സ്കോർ ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്: ആഡ് റെലവൻസി, എക്സ്പെക്റ്റഡ് CTR ആൻഡ് ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ്. ആഡ് റെലവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂസർ സെർച്ച് ചെയ്യുന്ന ടൈമുമായിട്ട് നമ്മുടെ ആഡ് എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ളതിനെയാണ് ആഡ് റെലവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെക്റ്റഡ് CTR. വാട്ട് ഈസ് CTR? CTR മീൻസ് ക്ലിക്ക് ത്രൂ റേറ്റ്. എത്ര പേര് നമ്മുടെ ആഡ് കണ്ടു, അതിൽ എത്ര പേര് നമ്മൾ ക്ലിക്ക് ചെയ്തു എന്നുള്ളതിനെയാണ് CTR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൂഗിളിൻ്റെ AI യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആഡിന് എത്ര CTR കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് CTR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ്. വാട്ട് ഈസ് ലാൻഡിംഗ് പേജ്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് സ്പോൺസേർഡ് ആയിട്ടുള്ള ആഡുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റാറുണ്ട് അല്ലേ? ആ ഒരു പർട്ടിക്കുലർ ആഡിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആഡിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് ഞാൻ എത്തുന്ന ആ ഒരു പർട്ടിക്കുലർ പേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാൻഡിംഗ് പേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വെബ് പേജിനെ സംബന്ധിച്ച് ലാൻഡിംഗ് പേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ലോഡിംഗ് ഇഷ്യൂസ് ഉണ്ടോ, യൂസർ ഫ്രണ്ട്ലി ആണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആ ആഡിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പേജിലേക്ക് എത്തുമ്പോൾ അവിടെ ആ യൂസറിന് ഒരു ബെറ്റർ ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആഡിന് എത്ര റാങ്ക് കിട്ടും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഗൂഗിൾ ആഡ് എന്ന് നോക്കി, അതിനുശേഷം ഗൂഗിൾ ആഡിൻ്റെ വർക്കിംഗ് നോക്കി. എന്തായിരിക്കും അപ്പോൾ ഗൂഗിൾ ആഡ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്? ഒരു ബിസിനസ്സിന് അവരുടെ പ്രൊഡക്റ്റോ സർവീസസോ ഗൂഗിളിൻ്റെ സെർപ്പ് ത്രൂവോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പാർട്ട്ണറിങ് വെബ്സൈറ്റ്സ് ത്രൂ എന്ത് ചെയ്യുക? ആഡ് റൺ ചെയ്യുക. അത് ത്രൂ സെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ഗൂഗിൾ ആഡിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ ഓൾറെഡി SEO ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് SEO? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ എന്താണ് SEOയിൽ പഠിക്കുന്നത്? നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, ഗൂഗിൾ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അത് ത്രൂ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ SEO ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഗൂഗിൾ ആഡ് ചെയ്യുന്നുണ്ടാവുന്നത്? എന്തായാലും SEOയ്ക്കും ഗൂഗിൾ ആഡിനും കുറച്ച് മേജർ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് .NAC Academy.